ആ പ്ലാവിൻ്റെ ചോട്ടിൽ നല്ല ഭംഗിയാക്കിയ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം. അതിനുശേഷം മഴയത്ത് മതിലിടിഞ്ഞ വിഷയവും ആ സങ്കടമൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വരെയായിട്ട് മതിൽ കെട്ടാൻ കൂടിയിരുന്നില്ല, ഫണ്ടൊന്നും തികഞ്ഞില്ല. അങ്ങനെ ഇത്തിരി കയ്യിൽ ക്യാഷ് ഞാൻ അന്ന് പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പൈസകൾ കൂട്ടി വെച്ചിട്ട് ഒരു 10,000 രൂപയായപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ മതിൽ നിന്ന് കെട്ടിക്കളയാന്ന്. അങ്ങനെ നമ്മൾ ഈ ഒരു പണി തുടങ്ങി കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ്. പിന്നെ ചേട്ടൻ്റെ കൂടെ ഒരു ബംഗാളി ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. 1-2 വീഡിയോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് എടുത്തതാണ്. അവർ നല്ല വൃത്തിയായിട്ട് തന്നെ മതിലൊക്കെ അന്ന് കെട്ടിത്തന്നു. ശരിക്കും പറഞ്ഞാലേ ഈ ഒരു മതിൽ വീണ സമയത്ത് അത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ വീഡിയോ. പ്ലാവിൻ്റെ ചുവട് ഇങ്ങനെ എന്നെ കൊണ്ടാകുന്നത് പോലെ ഞാനത് ഭംഗിയാക്കി വെച്ച് തന്നു. അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നെക്കൊണ്ട് ഇതുപോലെ ഇനി രണ്ടാമത് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് തന്നെയാണ്. എന്നെക്കൊണ്ട് കയ്യില്ല എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ മതിലൊക്കെ കെട്ടി ഭംഗിയാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ എന്താ, ഒന്നും കൂടി നിങ്ങൾ സെറ്റാക്കാമെന്ന്. കാരണം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശം തന്നെയല്ലേ നല്ല വൃത്തികേടായിട്ട് ഇങ്ങനെ അങ്ങ് ബ്ലാങ്കായി കിടക്കുമ്പോൾ ഭയങ്കര ഒരു വൃത്തികേടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്ക് ഒന്നും കൂടെ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ രണ്ടാമത് ഇറങ്ങി കേട്ടോ. അല്ല ഈ മഞ്ഞുകാലമായപ്പോൾ നിങ്ങൾക്കൊക്കെ സൗണ്ടിന് ഈ പ്രശ്നമുണ്ടോ? എൻ്റെ സൗണ്ടൊക്കെ പോയി കേട്ടോ, നല്ല കഫക്കെട്ട. പക്ഷേ നമ്മുടെ പണിക്കും കാര്യങ്ങൾക്കൊന്നും ഒട്ടും മുടക്കമൊന്നുമില്ല, സൗണ്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായി വരുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോനേക്കാളും കുറച്ചും കൂടെ ക്ലിയറായി വരുന്നുണ്ടല്ലോ. അതെൻ്റെ സമാധാനം. ഇനി അങ്ങ് റെഡിയാവുമായിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗം അവർ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ പണി കഴിഞ്ഞു. പക്ഷേ കുറച്ച് പൂഴിയില്ലേ നമ്മുടെ മണൽ, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ആ ചേട്ടന്മാരോട് പറഞ്ഞു അതും കൂടെ ഇവിടെ അങ്ങ് ഇട്ട് ഫില്ലാക്കി വെച്ചോന്ന്. അങ്ങനെ അവർ അതും കൂടെ ഇട്ട് ഒന്ന് നിരപ്പാക്കി തന്നു. പിന്നെ മുറ്റമൊക്കെ വൃത്തിയാക്കി അവരങ്ങനെ ടാറ്റ പറഞ്ഞു. ഇനിയിപ്പം എൻ്റെ പണികളാണ് കിടക്കുന്നത്. എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് പറയുമോ, എനിക്ക് ഒരേ കാര്യം ഇന്നും ചെയ്യുമ്പോൾ ഭയങ്കര മടുപ്പായിരിക്കും. അതിൻ്റെ ഇടയിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റും ആയിരിക്കും. ദിവസവും ചോറും കറിയും വെക്കുക, അടിച്ചു വാരുക, അലക്കുക, ഇതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവർത്തന വിരസത എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ബോറടി ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും, അതായത് ഇപ്പം ഈ മതിൽ തന്നെ ഇതിങ്ങനെ സെറ്റാക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ചിന്തകൾ മുഴുവൻ അങ്ങനെയാണ്. അതായത് ഇനി ഇതിലെന്താണ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സാധനത്തിൽ നിന്നും എന്തെങ്കിലും മാറ്റം ചെയ്യാൻ പറ്റുമോ, അതിനിപ്പം എനിക്ക് മാറ്റം വേണമെങ്കിൽ വലിയ ചിലവില്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, വേറെ ഏത് ഡിസൈൻ എടുക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ എൻ്റെ മൈൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ മീൻകറി വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. എന്നാലും ഇങ്ങനെ ഫ്രീ ടൈം ആകുമ്പോൾ സെർച്ച് ചെയ്യുക, പുതിയ ഐഡിയാസ് സെർച്ച് ചെയ്യുക, അതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നാളെ ആവട്ടെ, നാളെ തുടങ്ങട്ടെ, അങ്ങനെ ഒരു ചിന്തയായിരിക്കും. അങ്ങനെ ചിന്ത വരുമ്പോഴാണ് കൂടുതൽ ഉഷാറുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു രീതി. അങ്ങനെയാണ്. നിങ്ങളിങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പലരും വിചാരിക്കുന്നുണ്ടാവും ആ ചേച്ചിക്ക് ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ജോലിക്ക് പോകുന്നവർ എങ്ങനെയാണ്, ഞങ്ങൾക്കൊന്നും സമയമില്ലയെന്ന്. പക്ഷേ വിചാരിച്ചാൽ എല്ലാവർക്കും സമയമുണ്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആദ്യം ഇത് വൃത്തിയാക്കുന്ന തിരക്കിലാണ് ഞാൻ. അവിടെ എല്ലാം ഒന്നങ്ങ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എടുത്തു വെച്ചു. പിന്നെ ഇത് ഉരയ്ക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പൂപ്പൽ പോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ കമ്പിയുള്ള ഒരു ബ്രഷില്ലേ, അതാണ് അന്ന് യൂസ് ചെയ്തിട്ട് അത് അങ്ങനെ വെച്ചിരുന്നു. ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും മുഴുവനായിട്ട് പോയിട്ടില്ല. ഞാൻ വെച്ചത് മാക്സിമം ഉപയോഗിച്ചിട്ട് ആ ബ്രഷ് എടുക്കാമെന്ന്. അങ്ങനെ ഇങ്ങനെ ഉരച്ച് കഴുകുകയാണ്. ഇതിപ്പോൾ നല്ല വേനൽ കഴിഞ്ഞിട്ട് മഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ഡ്രൈ ആണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ നനച്ചിട്ടാണ് ഇത് പോക്കുന്നത്. പിന്നെ നമ്മുടെ പ്രഷർ പമ്പില്ലേ, അത് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും. ഇതിപ്പോൾ കാർ വാഷൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും. ഇവിടെ അതുണ്ട്, പക്ഷേ അതെല്ലാം എടുത്ത് വലിച്ച് പിന്നെ പ്ലഗിലൊക്കെ കുത്തണ്ടേ. ആ സമയം കൊണ്ട് ഇതങ്ങ് ഉരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇതാണ് കുറച്ചും കൂടെ എളുപ്പം തോന്നുന്നത്. കാരണം ചെറിയൊരു ഏരിയ അല്ലേ. ഇനിയിപ്പോൾ മുറ്റത്തെ മറ്റേ ഭാഗമൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് മടുക്കുമ്പോൾ കാർ വാഷർ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബ്രഷ് സ്റ്റീലിൻ്റെതല്ല കേട്ടോ, ഇരുമ്പിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കമ്പി ഭാഗം വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ പൂപ്പലൊക്കെ പോക്കാൻ പറ്റും. നിങ്ങളുടെ ടൗണിൽ നിന്നൊക്കെ ഇത് വാങ്ങാനെല്ലാം കിട്ടും കേട്ടോ. ഇതിപ്പം ഓൺലൈനിലൊന്നല്ല വാങ്ങിച്ചത്, ഓൺലൈനിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആ ഒരു പൂപ്പലൊക്കെ ആ ഒരു സൈഡ് പോക്കി. ഇനിയിപ്പം നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ അടുത്തുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു ആമ്പൽ വയ്ക്കുന്ന ആ ഒരു ചെറിയൊരു ജാടിയില്ലേ, വീപ്പ എന്നാണ് നമ്മളിവിടെ പറയാൻ, വേറെ എന്താണാവോ പേര് അറിയില്ല, അതിങ്ങോട്ടേക്ക് മാറ്റണം. പിന്നെ ആ ഒരു പൂഴിയില്ലേ, മണൽ, അത് കുറച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഇത് നിരപ്പാക്കിയിട്ട് ഇടാൻ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു ഐഡിയ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും ചെടിയൊക്കെ നടാമെന്ന്.
അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മണൽ ഇത്രയൊന്നും ആവശ്യമില്ല. അടിഭാഗത്ത് അവർ മതിൽ കെട്ടുന്ന സമയത്ത് മണ്ണൊക്കെ കിളച്ച് മറിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കൊത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ലെവലാക്കി തന്നാണല്ലോ. അപ്പോൾ എന്തും നട്ടാലും പെട്ടെന്ന് തന്നെ അവിടെ അങ്ങ് സെറ്റാവുമെന്നറിയാം. അതുകൊണ്ട് ഞാനായിട്ട് ഇങ്ങനെ കൊത്തി കിളക്കുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ ഒരു ആമ്പലിൻ്റെ ആ ഒരു വീപ്പയില്ലേ അത് അവിടെ ഇറക്കി വെക്കണം. അതിന് ഞാൻ അവിടെ ഒരു സ്ഥലം സെറ്റാക്കുകയാണ്. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കി, പക്ഷേ എനിക്കത് പൊങ്ങില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ മോളെ വിളിച്ചു. അവളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയാണ് അതങ്ങോട്ടേക്ക് മാറ്റി ഇറക്കി വെച്ചത്. ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ആ ഒരു മണലൊക്കെ ഇട്ടിട്ട് അവിടെ ഒന്നങ്ങ് സെറ്റാക്കി. ഇനിയിപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ചെടി അങ്ങ് നടണമെന്ന്, പിന്നെ വിചാരിച്ചു പെയിൻ്റ് അടിച്ചിട്ട് ചെടി നടാമെന്ന്. പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് പണിക്ക് പോകുന്ന ചേട്ടന്മാരൊന്നും അവരുടെ ജോലിയൊന്നും ഞാനായിട്ട് കളയൊന്നുമില്ല കേട്ടോ. കാരണം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മോട്ടിവേഷൻ തോന്നിയിട്ട്, നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമ്മൾ അടിച്ചാലും ഇത്ത വൃത്തിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ സ്ഥിതിയും. കാരണം എൻ്റെ വീടിൻ്റെ അകമൊന്നും പെയിൻ്റൊന്നും തൊടാൻ എനിക്ക് പറ്റുകയില്ല, ധൈര്യമില്ല, എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുകയില്ല. പക്ഷേ ഈ ഒരു മുറ്റക്കൊള്ളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ടിന്ന് പെയിൻറ്റ് കിട്ടുവാണെങ്കിൽ ചെറിയൊരു ഭാഗമൊക്കെ നമുക്ക് തട്ടിക്കൂട്ടി സെറ്റാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ബ്രൂക്കിൻ്റെ ആ ഒരു പെയിൻറ്റിൻ്റെ ടിന്നാണ്. ഇത് 4 ലിറ്റർ. കഴിഞ്ഞ തവണ ഞാൻ അത് കണ്ടവർക്കറിയാം. ആ ടിന്നിൽ തന്നെയാണ് ഇപ്രാവശ്യത്തും മിക്സ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മതിൽ ആദ്യം ഒന്ന് നമുക്ക് പ്രൈമർ അടിക്കണമല്ലോ. പ്രൈമർ ചേർത്തിട്ട് അടിച്ചതിന് ശേഷം എമൻഷൻ അടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇൻസ്ട്രക്ഷനൊക്കെ അതിലുള്ളത് കൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ 1 ലിറ്ററിന് എത്ര വെള്ളം ചേർക്കണമെന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് മാത്രം ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പെയിൻ്റ് അടിക്കാൻ ഇറങ്ങുവാണെങ്കിൽ ഒരു ഡ്യൂട്ടി ഡ്രസ്സായിട്ട് നമ്മളൊന്ന് കരുതുന്നതായിരിക്കും നല്ലത്. അധികം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ഡ്രസ്സ് നന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ പോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പഴയൊരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഈ പണിക്ക് ഇറങ്ങിയാൽ മതിയേ. എത്രയാണോ എമൻഷൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുന്നു. പക്ഷേ ഇത് ആദ്യം അടിക്കുന്നത് പ്രൈമറാണ്. വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ഒരു സിമൻറ്റ് തെളിഞ്ഞ് കാണുന്നതിനേക്കാളും ഭേദം ഒരു ചെറിയ വെള്ള കാണുന്നതല്ലേ എന്നുള്ള ചിന്തയിൽ അടിച്ചങ്ങ് പോവുകയാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പെയിൻറ്റ് അടിച്ച സ്ഥലത്ത് പൂപ്പൽ വന്നിട്ട് ആ പൂപ്പൽ പോക്കിയിട്ട് അടിക്കുകയാണല്ലോ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇവിടെ ഇപ്പോൾ സിമൻറ്റ് തേച്ചത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ മേലെ എമൻഷൻ അടിച്ചിട്ടും നീറ്റായിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പം വേറൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ പെയിൻറ്റ് അടിക്കുമ്പോൾ കുറച്ച് ബാക്കിയുള്ള പെയിൻറ്റ് ഇവിടെ ഒന്നും കൂടെ 3ാമത് കോട്ട് അടിച്ചിട്ട് ലെവലാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇല്ല. അങ്ങനെ ഈ ഒരു പണിയൊക്കെ ഒന്ന് സ്പീഡാക്കി നമ്മളത് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഒരു കോട്ട് നമ്മുടെ പ്രൈമർ അടിച്ചതിന് ശേഷം ഇപ്പം എമൻഷനാണ് അടിക്കുന്നത്. ആ എമൻഷൻ ഇത്തിരി വെള്ളം ചേർത്തിട്ട് അതും മിക്സാക്കി അതിൻ്റെ മേലെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എമൻഷൻ അടിക്കാവൂ. പക്ഷേ എൻ്റെ ക്ഷമ നശിച്ചതുകൊണ്ട്, അതായത് എനിക്കിപ്പം വിചാരിച്ചാൽ അപ്പം തന്നെ ശരിയാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് മാറ്റിയില്ല. അതിൻ്റെ മുകളിൽ തന്നെ എമൻഷനും അടിച്ചു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നീറ്റായിട്ട് വരാതിരുന്നത്. അതെനിക്ക് തന്നെ അറിയാം. എന്നാലും പെട്ടെന്ന് തന്നെ ആ പണി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് നോക്കണ്ടല്ലോ, ആ ഒരു പണി കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്തയാവുമല്ലോ. കാരണം എനിക്ക് ഈ ഒരു വെക്കേഷൻ്റെ സമയത്താണ് നമുക്ക് നല്ല സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം അപ്പുറത്തെ ഭാഗത്തും നല്ല പൂപ്പലൊക്കെ ഉണ്ട്. നമ്മുടെ അടുക്കള ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നല്ല പൂപ്പലുണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഈ പണി കഴിഞ്ഞാലേ ഇനിയിപ്പോൾ 1-2 ദിവസം കൊണ്ട് ആ ഒരു വർക്കെല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഞാനങ്ങ് ഈ ഒരു ചെറിയൊരു ഏരിയ ആണെങ്കിലും ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉച്ച മുതൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഉണങ്ങാനൊന്നും കാത്തു നിന്നില്ല. അതിൻ്റെ മേലെ തന്നെ അടുത്ത കോട്ടും അടിച്ച് പെയിൻ്റ് അടി അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നും കൂടെ വൃത്തിയാക്കാനുണ്ട്. അതിന് 3ാമത് കോട്ട് അപ്പുറത്തടിക്കുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ചെടികളൊക്കെ ഈ ഒരു ചെടി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അടിഭാഗത്തൊരു വയലറ്റ് പേർപ്പിൾ കളറും മുകളിൽ പച്ചയാണ്. പക്ഷേ എനിക്കിത് പേരൊന്നും അറിയില്ല. അത് ഞാൻ നേരെ മുഴുവനായിട്ട് അങ്ങ് പൊരിച്ചെടുത്തിട്ട് ഇവിടെ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലെ മണ്ണെല്ലാം ഇളകിയിട്ടുള്ളത്, മേൽഭാഗത്ത് നമ്മുടെ പൂഴിയുണ്ടെന്ന് മാത്രം. അപ്പോൾ അവിടെ അങ്ങ് നട്ട് പിടിപ്പിച്ചു. അതിന് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇഷ്ടികയൊക്കെ ബാക്കിയുണ്ട്. ഇഷ്ടികയ്ക്ക് അവിടെയെല്ലാം എന്താ പറയുക, ഇഷ്ടിക എന്ന് തന്നെയല്ലേ. അത് ഞാനിവിടെ വെച്ചിട്ടൊന്ന് പാർട്ടീഷൻ ചെയ്യണം. ഇനിയിപ്പം നമ്മുടെ വീഡ് മാറ്റില്ലേ, ഇത് വീഡ് മാറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ആരോ എനിക്കിത് പേര് പറഞ്ഞു തന്നതാണ്. ഞാനിത് എന്തോ വേറൊരു കറുത്ത മാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പറഞ്ഞതാണ് ഇത് വീഡ് മാറ്റ് എന്നാണ് പറയാമെന്ന്. അത് കഴിഞ്ഞ തവണത്തെ നമ്മൾ മതിൽ പൊരിഞ്ഞ് വീണ സമയത്ത് ഞാൻ ഇടയിൽ നിന്ന് പെറുക്കിയെടുത്തതാണ് ഇതെല്ലാം. എന്നിട്ട് അങ്ങനെ കഴുകി സൂക്ഷിച്ചത്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല. എല്ലാം അത് തന്നെയാണ്. പിന്നെ നമ്മുടെ ആ ഒരു പെബിളൊക്കെ ഇല്ലേ, അതൊക്കെ ഇടയിൽ നിന്ന് ഞാൻ പെറുക്കി എടുത്തൊരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പണി ചെയ്യാൻ എനിക്കൊന്നും തന്നെ വാങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ ഒരു കല്ലൊക്കെ എല്ലാം അത് തന്നെയാണ്.
അതെല്ലാം അങ്ങനെ തന്നെ അങ്ങ് അതേപോലെ തന്നെ സെറ്റ് ചെയ്തു. നമ്മുടെ മുറ്റത്ത് വെക്കുന്ന ആ ഒരു കട്ടയില്ലേ, കുറച്ച് ബാക്കിയുള്ളത് അത് തന്നെയായിരുന്നല്ലോ കഴിഞ്ഞ തവണയും വെച്ചത്. അതങ്ങനെ തന്നെ അങ്ങ് ഓരോന്നോരോന്നായിട്ട് അവിടെ വെച്ചു. ശരിക്കും പറഞ്ഞാൽ തേച്ച് കഴുകിയിട്ട് വെക്കണമായിരുന്നു. എൻ്റെ ഒരു തിരക്ക് കാരണം അപ്പോൾ തന്നെ അങ്ങ് ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ്. ഇതിപ്പോൾ ഹസ്ബൻഡ് എന്നെ ഒന്ന് ചെറുതായിട്ട് സഹായിക്കുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട് എടുത്തു തരികയാണ്. കാരണം നല്ല വെയിറ്റ് ഉണ്ടല്ലോ. മൂപ്പർക്കാണെങ്കിൽ വീഡിയോയിൽ വരാൻ താല്പര്യവും ഇല്ല. ഞാനങ്ങനെ നിർബന്ധിക്കാറില്ല, കാരണം ഇതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമല്ലേ. ഞാൻ തന്നെ വീഡിയോയിൽ എൻ്റെ മുഖം വല്ലപ്പോഴും റെയറായിട്ടേ കാണിക്കുന്നുള്ളൂ. അത് എനിക്ക് നമുക്ക് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ്. അതായത് പലരും ചേച്ചി ഒന്ന് കാണിച്ചു തരുമോ, മുഖം ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിന് കാണിക്കുന്നത് മാത്രം. അല്ലെങ്കിൽ ഞാനും ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ അധികം വരാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു. പക്ഷേ എങ്ങനെയല്ലോ ഞാൻ എൻ്റെ ഒരു ചാനലിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ അങ്ങനെ അങ്ങ് ആയി വന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ ആരും ഹസ്ബൻഡും മോളെയും ഒന്നും നിർബന്ധിക്കാറില്ല, അവരുടെ ഇഷ്ടമല്ലേ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നൊരു പണിയാണെങ്കിൽ ആ പ്രദേശത്ത് രണ്ടുപേരും ഉണ്ടാവില്ല. അതങ്ങനെയാണ്. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധിക്കില്ല, ഞാനായിട്ട് നിർബന്ധിക്കില്ല, അത്ര തന്നെ. പിന്നെ ഈ ഒരു ചട്ടി വെക്കുന്ന ചെടിയില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം അതിൻ്റെ മുകളിലായിരുന്നു, ഇപ്പം ഞാൻ താഴെ ഇറക്കി വെച്ചുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ആ പെബിൾസ് ഇടുമ്പോൾ നല്ല തിങ്ങി നിറഞ്ഞതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലൊരു നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല, എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, മടിയില്ലാത്തൊരു അവസ്ഥ നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ ആരുടെ മുന്നിൽ നമുക്ക് തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ഏരിയ ആണെങ്കിലും എന്നെക്കൊണ്ട് ഇത്രയൊക്കെ, അതായത് വലിയ കാര്യമൊന്നുമല്ല, ചെറിയൊരു രീതിയിൽ ഇത്രയൊക്കെ ഭംഗിയാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ വീടിൻ്റെ മുറ്റവും പറമ്പും ഒക്കെ എന്തോരം മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മൾ ചടഞ്ഞുകൂടി ഇരിക്കാതെ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ടിവിയോ ഫോണോ നോക്കിയിട്ട് ഇങ്ങനെ സമയം കളയുന്നതിന് പകരം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പറമ്പും നമ്മുടെ മുറ്റമൊക്കെ നമുക്കൊണ്ട് പറ്റുന്നത് പോലെ എന്തെങ്കിലും രീതിയിൽ ഭംഗിയാക്കാൻ പറ്റില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആ കല്ല് നമ്മൾ ആ ഒരു വഴിയിൽ നിന്ന്, അതായത് ഇടയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇടയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ആ മതിലിൻ്റെ അപ്പുറത്തുള്ള വഴിയാണ്. അന്ന് മഴയത്ത് എല്ലാം ഇടിഞ്ഞിട്ട് ആ ഒരു വഴിയിലേക്ക് വീണിരുന്നു. അവിടെ നിന്നാണ് ഞാനിത് പെറുക്കിയെടുത്തിട്ട് കൊട്ടയിൽ വെച്ചത്. അതുകൊണ്ട് തന്നെ ഒന്നും കളയാതെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ ഇത്തവണ ഒന്നും വാങ്ങേണ്ടിയും വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു കല്ല് പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല. കാരണം അന്ന് വാങ്ങുമ്പോൾ ഞാൻ അന്ന് ഈ പറഞ്ഞ മാതിരി എൻ്റെ കയ്യിലുള്ള സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള പൈസ ഉപയോഗിച്ചിട്ടാണ് അന്ന് ആ പെബിൾസ് മുഴുവൻ വാങ്ങിയത്. എത്ര കിലോ വാങ്ങിയെന്നുള്ളത് എനിക്ക് ആ വീഡിയോ നോക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അന്ന് എനിക്ക് ചിലവായതും എത്ര കിലോ ആണ് ഞാൻ വാങ്ങിയതും അതെല്ലാം അതിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ അത് നന്നായിട്ട് സൂക്ഷിക്കുമല്ലോ. അതുകൊണ്ട് വഴിയിൽ നിന്ന് ഞാൻ എല്ലാം പെറുക്കിയെടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഈ ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്കും ഇത്രയും വർക്കൊക്കെ കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ട് മനസ്സിന് നല്ല സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഭംഗി ശരിക്കും കാണണമെങ്കിൽ നാളെ രാവിലെ ആവണം. അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ വീണ്ടും അത് ഷൂട്ട് ചെയ്ത് വെച്ചു. ഇതിപ്പോൾ ഇങ്ങനെയാണ്. ഈ ഒരു മതിൽ ഒരു കോട്ടും കൂടെ അടിക്കണം, എന്നാലേ അത് ഒന്നുകൂടെ വൃത്തിയാവും. പക്ഷേ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഫില്ലിങ്സൊക്കെ ഇങ്ങനെയാണ്. ഇപ്പം ചെടികൾ, അതായത് ആ അമ്പൽക്കുളത്തിന് ചുറ്റുമുള്ള ഭാഗത്തെ ചെടികളൊക്കെ ഒന്നങ്ങ് തിങ്ങി നിറയണം. അപ്പോഴേ പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. താങ്ക്